നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ 2024 ജൂലൈ ഇൻടേക്ക് 5 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ അസൈൻമെൻറ്റ് സബ്മിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ യൂണിവേഴ്സിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. നിലവിൽ വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി സർക്കുലർ പ്രകാരം 2024 ജൂലൈ അഡ്മിഷൻ നേടിയ ഇൻടേക്ക് 5 UG PG വിദ്യാർത്ഥികളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന തീയതി ഫെബ്രുവരി 14 പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ അന്നത്തെ തീയതി മാറ്റിക്കൊണ്ട് യൂണിവേഴ്സിറ്റി പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നിലവിൽ ഫെബ്രുവരി 14 അവസാന തീയതിയായിട്ട് നൽകിയിരുന്ന അസൈൻമെൻറ്റ് സബ്മിഷൻ ഫെബ്രുവരി 23 മാറ്റി യൂണിവേഴ്സിറ്റി സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചില പഠിതാക്കൾക്ക് സാങ്കേതിക പരിജ്ഞാനക്കുറവും മറ്റ് അസൗകര്യവും കാരണം ഓൺലൈൻ സബ്മിഷൻ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പരിഗണിച്ചിട്ടാണ് യൂണിവേഴ്സിറ്റി പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രയാസം അനുഭവപ്പെട്ട വിദ്യാർത്ഥികൾ അസൈൻമെൻറ്റുകളുടെ ഹാർഡ് കോപ്പികൾ LSC വഴി ലേണേഴ്സ് സ്റ്റഡി സെൻറ്ററുകൾ വഴി സമർപ്പിക്കാവുന്നതാണ് എന്നാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. ഒന്നാം സെമസ്റ്റർ അസൈൻമെൻറ്റുകൾ പിഴ കൂടാതെ അപേക്ഷിക്കാൻ അതേപോലെ സബ്മിറ്റ് ചെയ്യാനും ഫെബ്രുവരി 23 വരെ സമയം ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അസൈൻമെൻറ്റുകളുടെ ഹാർഡ് കോപ്പി ലേണേഴ്സ് സ്റ്റഡി സെൻറ്ററുകൾ വഴി സമർപ്പിക്കുന്ന സ്റ്റുഡൻറ്റ് ലോഗിനിൽ അസൈൻമെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓഫ്ലൈൻ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രസ്തുത സ്ക്രീൻഷോട്ട് LSCകളിൽ സമർപ്പിക്കേണ്ടതാണ് എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ സർക്കുലറിൽ പറയുന്നത്. അതേപോലെ തന്നെ അസൈൻമെൻറ്റുകളിൽ ഹാർഡ് കോപ്പികൾ സമർപ്പിച്ച പഠിതാക്കൾ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ പോയിട്ട് അവിടെ ഓഫ്ലൈൻ സബ്മിഷൻ്റെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് സൂക്ഷിക്കേണ്ടതാണ്. സാങ്കേതിക പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടവർക്ക് യൂണിവേഴ്സിറ്റി അതിന് പരിഹാരം നൽകുന്ന രീതിയിൽ ഓൺലൈൻ പോർട്ടലിൽ അവസരം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഒബ്ജക്ഷനുകൾ എഴുതി അറിയിക്കാനും പരാതി ബോധിപ്പിക്കാനും യൂണിവേഴ്സിറ്റി സൈറ്റിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ സൗകര്യവും പഠിതാക്കൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പുതിയ ഒരു അപ്ഡേഷനുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്